ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരായ നടി പോലീസിനെതിരെ സുപ്രീം കോടതിയിൽ കേസുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ല എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടും തുടർ നടപടികളുമായി മുന്നോട്ടു പോകുന്നു എന്നാണ് ആരോപണം. വിഷയവുമായി ബന്ധമില്ലാത്ത ആളുകളെ പോലും പോലീസ് ചോദ്യം ചെയ്യലിന്റെ പേരിൽ വിളിച്ചു വരുത്തുകയാണ്. സിനിമയിൽ സ്ത്രീകളുടെ വിഷയങ്ങളിൽ ഇടപെടുന്നവരെ പോലും പോലീസ് ഉപദ്രവിക്കുകയാണെന്നും ഹർജിയിൽ പറയുന്നു. ഡി ധനസുമോദ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ധനസുമോദ, ഇപ്പോൾ ഈ നടി സുപ്രീം കോടതിക്ക് മുന്നിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ എന്തൊക്കെ വിവരങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്? അമൃത, സുപ്രീം കോടതിക്ക് മുമ്പാകെ ഇന്ന് സജിമോൻ പാറയിലിന്റെ നിർമ്മാതാവ് സജിമോൻ പാറയിലിന്റെ ഹർജി പരിഗണനയ്ക്ക് വരാനിരിക്കെയാണ് ഇപ്പോൾ നടി കൂടി പ്രത്യേക ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ, ഇവിടെ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ റിപ്പോർട്ട് നൽകിയപ്പോൾ താൻ അഭിപ്രായം അറിയിച്ചപ്പോൾ താൻ പറഞ്ഞു കേട്ട അഭിപ്രായം കൂടി ഇതിനൊപ്പം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, തനിക്ക് വളരെ ഉത്തമമായ ബോധ്യമില്ലാത്ത ചില കാര്യങ്ങൾ, അതായത് മറ്റുള്ളവർ പറഞ്ഞുള്ള കാര്യങ്ങൾ കൂടി അറിയിച്ചിട്ടുണ്ട്. താൻ ഒരു ഉത്തമ ബോധ്യത്തോടെ ഇതെല്ലാം പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു നല്ല മാറ്റം വരണം സിനിമയിൽ എന്നുള്ള കാര്യം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിന് ഉതകുന്ന തരത്തിൽ തന്റെ ഈ അഭിപ്രായം പരിഗണിക്കാൻ കഴിയുമെങ്കിൽ അത് കഴിയട്ടെ എന്ന അർത്ഥത്തിൽ മാത്രമാണ് താൻ മൊഴി കൊടുത്തത്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത്, ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ മൊഴിയിൽ ഉൾപ്പെട്ടവരെ, അല്ലെങ്കിൽ ഈ പരാമർശിച്ചിട്ടുള്ള പേരിൽ ഉൾപ്പെട്ട പലരെയും വിളിച്ചു ചോദിക്കുന്നു, അവരെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നു. ഈ തരത്തിലുള്ള നീക്കങ്ങളുമായിട്ടാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും സഹായകരമായി നിൽക്കുന്ന, ഇടപെടുന്ന ആളുകളെ പോലും ഇത്തരത്തിൽ ഒരു ഹരാസ് ചെയ്യുന്ന നീക്കവുമായിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തടയണം, ഈ തരത്തിലുള്ള നടപടി അവസാനിപ്പിക്കാൻ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടാണ് ഹർജി. ധനസുമോദ, ഈ അവസാനം സൂചിപ്പിച്ചതുപോലെ ഈ സിനിമയിൽ സ്ത്രീകളുടെ വിഷയങ്ങളിൽ ഇടപെടുന്നവരെ പോലും പോലീസ് ഉപദ്രവിക്കുകയാണ് എന്നുള്ളൊരു കാര്യം അവർ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഈ ഒരു ഉദാഹരണമായി എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ടോ? അവർ പ്രധാനമായിട്ടും പറയുന്നത്, സ്ത്രീകൾക്കെതിരെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളോ അതുപോലുള്ള പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ തങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ചില സംഘടനകളുണ്ട്, ചില വ്യക്തികളുണ്ട്. ആ തരത്തിലുള്ള ഒരു സഹായകരമായി നിലനിൽക്കുന്ന പല ആളുകളെയും ഈ തരത്തിൽ ഒരു മൊഴിയെടുക്കാനെന്ന രീതിയിൽ അവരെ പലരും പ്രതിയായിട്ട് അല്ല വിളിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും സാക്ഷിയായിട്ടാണെങ്കിലും അന്വേഷണ സംഘം തുടർച്ചയായിട്ട് വിളിക്കുകയും ആ തരത്തിലുള്ള ഒരു ഹരാസ് ചെയ്തും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരിക്കലും അനുവദിക്കാനാവില്ല. താനൊരു ഗുണപരമായ ഒരു മാറ്റം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച് മാത്രമാണ് ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ താൻ മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ മൊഴി ഇപ്പോൾ അന്വേഷണ സംഘം മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ഒരു മീഡിയമാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ തടയണം. ഇതിന്റെ പേരിൽ പിന്നീട് കേസെടുക്കാനോ ആ തരത്തിലുള്ള നടപടിക്ക് തനിക്ക് താല്പര്യമില്ലെന്ന് അന്നേ പറഞ്ഞിരുന്നു. അതിനുശേഷം വീണ്ടും ഇതുമായി മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് നടി ഈ തരത്തിലുള്ള ഒരു ഹർജിയുമായി സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അവർ ഹർജിയിലൂടെ വ്യക്തമാക്കുന്നത്.